ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് അബോവ് ഫോമേറ്റോ കോമ്പാക്ട് എസ് യു വിസ് ആണ് ഇവിടെ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഇഷ്ടം പോലെ വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജാനുവരി 2024 ഈ വാഹനങ്ങളുടെ സെയിൽസ് ആണ്. ഇവിടെ നമ്പർ 9 പൊസിഷനിൽ ഇരിക്കുന്ന വാഹനം നമ്മുടെ സിട്രോയിൻ്റെ C3 എയർക്രോസ് എന്ന് പറയുന്ന വണ്ടിയാണ്. ഇതോടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ടോട്ടൽ 9 വണ്ടികളാണ് ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ മാത്രമായിട്ട് നിൽക്കുന്നത്. എന്തായാലും C3 എയർക്രോസ് സെയിൽസിൻ്റെ കാര്യത്തിൽ അത്ര മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നൊരു വണ്ടിയല്ല. ജസ്റ്റ് 231 വാഹനങ്ങളുടെ സെയിൽസ് മാത്രമാണ് ജാനുവരി 2024 കിട്ടിയത്. മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡിസംബർ 2023 339 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു ഇതിന് കിട്ടിയിരുന്നത്. അതായത് 108 വാഹനങ്ങളുടെ വ്യത്യാസവും 31.86% ഡീഗ്രോത്ത് റേറ്റും ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ 9 വണ്ടികളുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 4 വണ്ടികൾക്ക് മന്ത് ഓൺ മന്ത് ബേസിൽ ഡീഗ്രോത്ത് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ അതിൽ തന്നെ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം C3 എയർക്രോസ് ആണ്. എന്തായാലും ഇതൊരു നല്ല വണ്ടിയാണ്. ഇതിൻ്റെ പവർ ആയാലും ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഡൈനാമിക്സ്, റൈഡ് ക്വാളിറ്റി തുടങ്ങിയ കാര്യങ്ങളായാലും നല്ലതാണ്. ജസ്റ്റ് ഫീച്ചേഴ്സിൻ്റെ പേരിൽ മാത്രമാണ് ഈ വാഹനം കുറച്ച് താഴെ വീണ് പോകുന്നത്. എനിവേ 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ MGയുടെ ആസ്റ്റർ ആണ്. ആസ്റ്റർ വന്നിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി ആൻഡ് മിക്ക മാസങ്ങളിൽ ഇത് 1000-നടുത്തൊക്കെയാണ് സെയിൽസ് ഹോൾഡ് ചെയ്യാറുള്ളത്. കഴിഞ്ഞ മാസം 966 വാഹനങ്ങളുടെ സെയിൽസാണ് ഇതിന് കിട്ടിയത്. ഡിസംബറിൽ 821 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു. അതായത് 145 വണ്ടികളുടെ വ്യത്യാസവും അതുപോലെ നമ്മളിപ്പോൾ ഗ്രോത്ത് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 17.66% ആണ് വന്നിരിക്കുന്നത്. വലിയൊരു ഗ്രോത്ത് പെർസെൻറ്റേജ് ഇല്ല, പക്ഷെ എന്നാൽ പോലും നമ്മളിപ്പോൾ ഈ കൂട്ടത്തിൽ നോക്കുമ്പം അത്യാവശ്യം ഉണ്ടെന്ന് പറയാം. കാരണം 3rd പൊസിഷനിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം ഇത് തന്നെയാണ്. പറഞ്ഞു വരുമ്പം ഇതും നല്ല വാഹനമാണ്. അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ ഓഫർ ചെയ്യുന്നൊരു വണ്ടിയാണ്. ബേസ് മോഡലിൽ തന്നെ സോഫ്റ്റസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്, ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ് പ്രൈസ് ആണെങ്കിലും നമ്മൾ മറ്റുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതിന് കുറച്ച് കുറവാണ്. എന്നാൽ പോലും ടോപ്പിൻ്റെ ഒക്കെ ആകുമ്പോഴേക്കും എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് അത്ര വിശ്വസിച്ചെടുക്കാൻ പറ്റുന്നില്ലായിരിക്കും ഈ വാഹനം. കാരണം 1.3 ടർബോ ആണെങ്കിൽ ഈ വണ്ടി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നല്ലതാണെങ്കിലും പെർഫോമൻസ്, ഹാൻഡ്ലിംഗ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ആവറേജ് ആണ്. ഇനി അടുത്ത 7th പൊസിഷനിൽ ഇരിക്കുന്ന വാഹനം നമ്മുടെ സ്കോഡ കുഷാക്ക് ആണ്. കുഷാക്കിന് മിക്ക മാസങ്ങളിലും 2000-ന് മുകളിൽ സെയിൽസ് കിട്ടാറുള്ളതായിരുന്നു. പക്ഷേ ഇതിപ്പോൾ പുതുവർഷം ആയതുകൊണ്ടാണോ എന്നറിയില്ല, 2024 ജാനുവരിയിൽ 1082 വാഹനങ്ങളുടെ സെയിൽസ് മാത്രമേ ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഈവൻ ഡിസംബറിലാണെങ്കിൽ തന്നെ നമുക്ക് 2485 വണ്ടികളുടെ സെയിൽസ് ഇതിന് കിട്ടിയായിരുന്നു. അതായത് 1403 വണ്ടികളുടെ വ്യത്യാസവും 56.46% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഹൈ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഈ വാഹനത്തിന് തന്നെയാണ്. അത് മിക്കവാറും ഇവരുടെ മൊത്തത്തിലുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറച്ചായിരിക്കും. കാരണം അത് കുഷാക്കിൻ്റെ കേസിൽ മാത്രമല്ല, മറ്റുള്ള ഫോക്സ് വാഗൻ വാഹനങ്ങളുടെ ആൻഡ് സ്കോഡ വാഹനങ്ങളുടെ ആണെങ്കിൽ പോലും നമ്മൾ ടോട്ടൽ സെയിൽസ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം അതായത് ജാനുവരി 2024 വളരെ കുറവായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതിപ്പം ഈ വാഹനത്തിന് മാത്രം കുറ്റം കൊണ്ടായിരിക്കില്ല. ഈവൻ ടൈഗോണിൻ്റെ കേസിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടൈഗോണാണ്. ആൻഡ് ഇതിനും കഴിഞ്ഞ മാസം 1275 വണ്ടികളുടെ സെയിൽസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. സാധാരണഗതിയിൽ നമ്മൾ ഈ മാസക്കണക്കെടുക്കുന്ന സമയത്ത് സ്കോഡയുടെ വണ്ടികൾ ഫോക്സ് വാഗനേക്കാൾ ഒരിത്തിരി കൂടി കൂടുതൽ വിൽക്കുന്നു. അതായത് ഫോക്സ് വാഗനെ ചെറിയ രീതിയിൽ ഔട്ട്സെൽ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം ഫോക്സ് വാഗൻ സ്കോഡ ഔട്ട്സെൽ ചെയ്തു എന്ന് പറയാം. എനിവേ ഡിസംബർ 2023 2456 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു ടൈഗോണ് കിട്ടിയത്. 1181 വണ്ടികളുടെ വ്യത്യാസവും 48.09% ഡീഗ്രോത്ത് റേറ്റുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ രണ്ടാമതായി ഏറ്റവും ഹൈ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത് ഈ വാഹനത്തിനാണ് എന്ന് നമുക്ക് പറയാം. എന്തായാലും ഫോക്സ് വാഗൻ ഇനിയിപ്പോൾ കുറേ പുതിയ പ്ലാനുകളൊക്കെ ഉണ്ട് ഇന്ത്യയിൽ അവരുടെ ഇലക്ട്രിക് വണ്ടികൾ കൊണ്ടുവരാനൊക്കെ. ഈ വർഷം നമുക്ക് ഇലക്ട്രിക് വണ്ടികൾ മാത്രമേ കിട്ടുള്ളൂ. പുതിയതായിട്ടുള്ള വണ്ടികളൊന്നും ഇവർ ഇറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആൻഡ് ലോക്കലൈസ് ചെയ്തിട്ടുള്ള EVകൾ ഇറക്കാനായിട്ട് ഇവിടെ ഒരു അലയൻസിനും അവർ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയിൽ. എനിവേ ഇനി 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹോണ്ടയുടെ എലവേറ്റ് ആണ്. എലവേറ്റിന് കഴിഞ്ഞ മാസം 4586 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. ഹോണ്ടയെ സംബന്ധിച്ചിടത്തോളം എലവേറ്റ് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം പണ്ടൊക്കെ ഹോണ്ടയുടെ ടോട്ടൽ സെയിൽസ് തന്നെ 5000-6000 ഒക്കെ ആയിരുന്നു എലവേറ്റ് ഇറങ്ങുന്നതിന് മുമ്പ്. പക്ഷേ ഇത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പം എഗൈൻ ഒരു 8000, 9000, 10000 ആ റേഞ്ചിലേക്ക് പിന്നെയും ഹോണ്ട കയറി പോയിട്ടുണ്ട്. ഈവൻ നമ്മൾ ഡിസംബറിൽ നോക്കുകയാണെങ്കിൽ തന്നെ 4376 വാഹനങ്ങൾ സെയിൽസ് ഇതിന് കിട്ടിയായിരുന്നു. അതായത് 210 വണ്ടികളുടെ വ്യത്യാസം 4.8% ഗ്രോത്ത് റേറ്റും നിങ്ങൾ നോക്കണ്ട, ചെറിയ രീതിയിലുള്ള ഗ്രോത്ത് റേറ്റേ ഉള്ളൂ. ഈ കൂട്ടത്തിൽ 5 വണ്ടികൾക്ക് ഗ്രോത്ത് വന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം എലവേറ്റ് ആണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി 4000-ന് മുകളിൽ സെയിൽസ് കിട്ടുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള നമ്പറാണ്. അതായത് ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ഹോണ്ട വാഹനം ഇത് തന്നെയാണ്. അമേസിനും സിറ്റിക്കൊന്നും ഇപ്പോൾ ഇത്രയും സെയിൽസ് കിട്ടാറില്ല. പണ്ടൊക്കെ സിറ്റിക്ക് 3500-4000-നടുത്തൊക്കെ കിട്ടുമായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറവാണ്. ഇനി അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹൈറൈഡറാണ്. അതായത് ടൊയോട്ട അർബൻ ക്രൂസർ ഹൈറൈഡർ, അതാണല്ലോ അതിൻ്റെ ഫുൾ നെയിം. എനിവേ ഈ വണ്ടിക്ക് 5543 വണ്ടികളുടെ സെയിൽസാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. ഡിസംബർ 2023 4976 വണ്ടികളുടെ സെയിൽസായിരുന്നു കിട്ടിയിരുന്നത്.
അതായത് 567 വണ്ടികളുടെ വ്യത്യാസവും 11.39% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം ഹൈറൈഡറാണ്. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഈ ഗ്രാൻഡ് വിറ്റാരയും ഹൈറൈഡറും രണ്ടും ടൊയോട്ടയുടെ ബിഡാഡിയിലുള്ള പ്ലാന്റിലാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ഹൈറൈഡർ കുറച്ച് ലേശം കുറവ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഗ്രാൻഡ് വിറ്റാര ഇത്തിരി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഡിമാൻഡ് വരുന്ന രണ്ട് വണ്ടികൾക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓക്കെ, ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഇത്തിരി കൊണ്ട് കൂടുതൽ വരുന്നുണ്ടാവായിരിക്കും. പക്ഷേ നമ്മളിപ്പം വെയിറ്റിംഗ് പീരീഡിൻ്റെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ ഹൈറൈഡറിന് ഭയങ്കര കൂടുതലും ഗ്രാൻഡ് വിറ്റാരയ്ക്ക് എത്രയും വെയിറ്റിംഗ് പീരീഡ് ഇല്ലാത്ത ഒരവസ്ഥയാണ് കാണാൻ പറ്റുന്നത്. അത് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണ്. ഇനി അടുത്ത തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കിയ സെൽറ്റോസ് ആണ്. സെൽറ്റോസിനും ഈ അടുത്ത് ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയപ്പോൾ തൊട്ട് അത്യാവശ്യം നല്ല സെയിൽസ് കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം എന്തോ ഒരു കാരണത്താൽ ഈ വാഹനത്തിൻ്റെ സെയിൽസ് പിന്നെയും താഴെ പോയിട്ടുണ്ട്. 6391 വണ്ടികളുടെ സെയിൽസ് മാത്രമേ ജാനുവരി 2024 സെൽറ്റോസിന് ലഭിച്ചിട്ടുള്ളൂ. ഡിസംബറിൽ 9957 വണ്ടികളുടെ സെയിൽസ് കിട്ടിയതായിരുന്നു. അതായത് 3566 വണ്ടികളുടെ വ്യത്യാസവും 35.81% ഡീഗ്രോത്ത് റേറ്റും ഉണ്ട്. ഈ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും ഹൈ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി എന്ന് പറയാം. എങ്ങനെ പറഞ്ഞാലും കണക്കാണ്. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ ഈ വണ്ടി പണ്ട് വന്ന സമയത്ത് ഒരു വലിയ റെവല്യൂഷണറി ആയിട്ടുള്ള വാഹനമായിരുന്നു. ഇപ്പോഴും ഈ ഫേസ് ലിഫ്റ്റിന് ശേഷം മാർക്കറ്റിൽ വളരെ കറണ്ടായിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണിത്. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലായാലും എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലായാലും മൊത്തത്തിലുള്ള ആൾക്കാരുടെ ഒരു ഡിസൈൻ അപ്പീലിൻ്റെ കാര്യത്തിലായാലും ഇത് നല്ലൊരു വണ്ടി തന്നെയാണ്. ഇനി സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ പുതിയ ഹ്യുണ്ടായി ക്രെറ്റയുടെ ഫേസ് ലിഫ്റ്റഡ് മോഡലാണ്. ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് വരിക എന്ന് പറയുമ്പം ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച് കാണും എല്ലാ മാസത്തെ പോലെ ഈ വണ്ടി ഇപ്പോഴും ഫസ്റ്റ് ആയിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ മാസം ഒരു വ്യത്യാസമുണ്ട്. മിക്ക മാസങ്ങളിലും മിക്കതല്ല എല്ലാ മാസങ്ങളും ക്രെറ്റ തന്നെയായിരുന്നു ഫസ്റ്റ്. പക്ഷേ കഴിഞ്ഞ മാസം ഒരു വണ്ടി ക്രെറ്റ ഔട്ട് സെൽ ചെയ്തു. ക്രെറ്റയ്ക്ക് ഏതായാലും കഴിഞ്ഞ മാസം 13,212 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയത്. ഡിസംബറിൽ 9,243 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയത്. അതിൽ മറ്റേ ഫേസ് ലിഫ്റ്റ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കുറച്ച് പ്രൊഡക്ഷൻ കുറച്ചാണ് ഡിസംബറിൽ. പക്ഷേ ജാനുവരിയിൽ പിന്നെ തിരിച്ച് കയറി. അതായത് 3969 വണ്ടികളുടെ വ്യത്യാസവും 42.94% ഗ്രോത്ത് റേറ്റ് ഒക്കെ ഉണ്ട്. കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും ഹൈ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വാഹനമൊക്കെയാണ് ക്രെറ്റ. പക്ഷേ അതല്ലല്ലോ നമ്മുടെ ഏറ്റവും വലിയ സംഭവം. ആരാണ് ക്രെറ്റയെ വെട്ടിച്ച് മുമ്പിൽ കയറിയത് എന്നുള്ളതാണല്ലോ നമുക്ക് അറിയേണ്ട കാര്യം. അത് നിങ്ങൾക്കറിയാവുന്ന വണ്ടി തന്നെയാണ് നമ്മുടെ മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാര. ഈ വണ്ടി ഇറങ്ങിയ കാലം മുതൽ നോർമലി ഒരു 8,000 9,000 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു ഒരു വിറ്റുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ മാസം പ്രൊഡക്ഷൻ നന്നായിട്ടും കൂട്ടി 13,438 വണ്ടികളുടെ സെയിൽസ് ഗ്രാൻഡ് വിറ്റാരയ്ക്ക് വന്നിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. 220 വണ്ടികളുടെ അടുത്തുള്ള ഡിഫറൻസേ ക്രെറ്റയും ഗ്രാൻഡ് വിറ്റാരയും തമ്മിലുള്ളൂ. പക്ഷേ 200 വണ്ടികളുടെ അടുത്തുള്ള ഡിഫറൻസിൽ ഗ്രാൻഡ് വിറ്റാര ക്രെറ്റയെ വെട്ടിച്ച് നമ്പർ 1 ആയി എന്ന് പറയുമ്പം തീർച്ചയായും അതൊരു പൊസിഷൻ തന്നെയാണ്. ഡിസംബറിൽ 6,988 വണ്ടികളുടെ സെയിൽസ് ഉണ്ടായിരുന്നുള്ളൂ. അതായത് 6,450 വണ്ടികളുടെ വ്യത്യാസവും 92.3% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. തീർച്ചയായും നമുക്ക് ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഹൈ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം ഇത് തന്നെയാണ്. എന്തായാലും മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാരയുടെ സെയിൽസിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ മാസം പൊളിച്ചടുക്കി എന്ന് തന്നെ പറയാം. അതിൽ യാതൊരു സംശയമില്ല. ഇനിയും വരുന്ന മാസങ്ങളിൽ ക്രെറ്റയും ഗ്രാൻഡ് വിറ്റാരയും തമ്മിൽ സെയിൽസിൻ്റെ കാര്യത്തിൽ ഒരു കോമ്പറ്റീഷൻ നടക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം ക്രെറ്റ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനും ഇല്ലാണ്ട് നിൽക്കുന്ന വണ്ടിയാണ് സെയിൽസിൽ. ഗൈസ്, അപ്പോൾ ഇതാണ് ടോപ്പ് 10 അബോവ് 4 മീറ്റർ കോമ്പാക്ട് എസ്യുവിസിൻ്റെ സെയിൽസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.